തെക്കൻ മേഖലാ ക്യാമ്പിലെ കൂട്ടത്തലിന്റെ ഉത്തരവാദിത്തം KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനാണെന്ന് കാട്ടി AICCക്ക് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ് കെ സുധാകരൻ. അതായത് പിള്ളാരുകളി അത് AICCയിലേക്ക് എത്തുന്നു, അത് അവർ തമ്മിൽ പരിഹരിക്കുമെന്ന വിഷയം KPCC അധ്യക്ഷൻ പോലും ഇടപെടുന്ന പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. VD സതീശന്റെ വിശ്വസ്തനായ അലോഷ്യസ് സേവ്യറിനെതിരായ നീക്കം ചേർക്കാൻ പദ്ധതി തയ്യാറാക്കുകയാണ് സതീശനും A ഗ്രൂപ്പും. ഇതിനിടെ KSU സംസ്ഥാന അധ്യക്ഷനെ പരസ്യമായി വിമർശിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണന് ഭീഷണിയുമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ രംഗത്തെത്തി. അനന്തകൃഷ്ണനെ ഫോണിൽ അസഭ്യം പറഞ്ഞാണ് അരുൺ രാജേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയത്. നീ കാണിച്ച പോരാ, പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് കിടന്ന നിന്നെ വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവൻ എന്നെ വിളിച്ചു. ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോടാ? നീ കണ്ടോ? ക്യാമ്പിനകത്ത് 70% ആളുകൾ കള്ളു കുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്ന് ചോദിച്ചേ? കണ്ടോ? നീ കണ്ടോ? ഈ പറഞ്ഞ സാധനം നീ കണ്ടോ? 70% നീ ചാനലിൽ പറഞ്ഞത് 70% ആളുകൾ കള്ളു കുടിച്ച് നടക്കുക. അതിനകത്ത് കള്ളു കുടിച്ചിട്ട് നടന്ന ആളുകളുടെ പേരൊന്ന് നീ പറഞ്ഞേ. നീ കാണിച്ചത് നിനക്കിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണമാ കേട്ടോ. ഇനി ഇത് നാട് നിങ്ങളെ പാട് കിടക്കേണ്ടാണ്. നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാ ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ പോരാ, ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടാ ഈ സംഘടനയ്ക്ക് വേണ്ടി നടക്കുന്നത് കേട്ടോ. നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയുക, ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിനക്കറിയാം. നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ. VV അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഈ KSUവിലെ പോര് അതിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ്. കാരണം അലോഷ്യസ് സേവ്യർ നമുക്കറിയാം ആദ്യം A ഗ്രൂപ്പിന്റെ വിശ്വസ്തനായിട്ട് പാർട്ടി ഈ സംഘടന നേതൃത്വത്തിലേക്ക് വരുന്നു, പിന്നീട് സതീശന്റെ വിശ്വസ്തനായി മാറുന്ന സാഹചര്യം ഒരുങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ സതീശനാണോ സേവ്യറിനെ സംരക്ഷിക്കുന്നത് എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നത്? അങ്ങനെയാണോ സുധാകരന്റെ വിശ്വാസം? പ്രതിപക്ഷ VD സതീശൻ പറഞ്ഞ കുട്ടിക്കളിയുടെ ഒരു ചെറിയ തെളിവാണ്, ഉദാഹരണം മാത്രമാണ് നമ്മൾ കണ്ടത്. ഇത് മാത്രമല്ല, ഈ കുട്ടിക്കളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് KSU കുട്ടികൾ പറയുന്ന, എപ്പോഴും പറയും പോലെ കുട്ടികളല്ലേ അവർ ചെയ്യുന്ന കാര്യങ്ങളെ നേരത്തെയും പ്രതിപക്ഷ നേതാവും കെ സുധാകരനും ഒക്കെ ന്യായീകരിച്ചിരുന്നു KSUവിലെ പല പ്രശ്നങ്ങൾക്കും. പക്ഷേ ഇപ്പോൾ ഈ KSUവിലെ തമ്മിൽ തല്ല്, ക്യാമ്പിൽ നടന്ന അടി കോൺഗ്രസിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറുകയാണ്. അതിന് കാരണം പോലും ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള തർക്കമാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരനും അതുപോലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തമ്മിലുള്ള തർക്കമാണ് KSU ക്യാമ്പിലെ അടിയിലേക്ക് വരെ എത്തിച്ചതെന്ന അഭിപ്രായമുള്ളവർ കോൺഗ്രസിൽ ഏറെയാണ്. ഇരു നേതാക്കൾക്കും വേണ്ടി നിൽക്കുന്ന, ഇരു ഭാഗങ്ങൾക്കും വേണ്ടി നിൽക്കുന്ന പ്രവർത്തകരാണ് തമ്മിൽ ഏറ്റുമുട്ടിയത്. അതാണ് ഈ KPCC സുധാകരനെ ക്യാമ്പിലേക്ക് വേണ്ട വണ്ണം ക്ഷണിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ തർക്കത്തിലേക്ക് മാറിയത്. അതാണ് KSUവിൻ്റെ അടിയിലേക്ക് മാറിയത്. ഏറ്റവും വിചിത്രമെന്ന് പറയട്ടെ, നമുക്കറിയാം നേരത്തെ ഉമ്മൻചാണ്ടി കരുണാകരൻ ഗ്രൂപ്പ് പോരിൻ്റെ കാലത്ത് അതിനുശേഷം ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും രണ്ട് തട്ടുകളിലായി, രണ്ട് തലങ്ങളിലായി നിന്ന് കോൺഗ്രസിനെ നയിക്കുമ്പോഴും അവർ തമ്മിൽ ചില കാര്യങ്ങളിലെങ്കിലും ഒക്കെ ഐക്യമുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും മുന്നണിയുടെ ചെയർമാനായ VD സതീശനും തമ്മിൽ, പ്രതിപക്ഷ നേതാവും തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാത്തത്ര അകലമുണ്ട് എന്നാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പറഞ്ഞതുപോലെ നേതൃത്വത്തിനെതിരെ ആളുകൾ കൂടുതലായി രംഗത്ത് വരാതിരിക്കണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 20-ഉം 20-20യും അടിക്കണം. അങ്ങനെ ഒരു ആത്മവിശ്വാസം കോൺഗ്രസുകാർ പങ്കുവെക്കുന്നുണ്ട്. അതിനപ്പുറത്ത് അതിൽ താഴേക്ക് ഒരു റിസൾട്ട് വന്നാൽ, ഇപ്പോൾ ചില മണ്ഡലങ്ങളിലെങ്കിലും ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടത്തിയ മണ്ഡലങ്ങളിലെങ്കിലും LDF ശക്തി കേന്ദ്രങ്ങളിൽ അവർ ജയിച്ചു പോകുന്നൊരു സാഹചര്യമൊക്കെ വന്നാൽ ഈ കളികളൊക്കെ മാറും. ഇപ്പോൾ നിശബ്ദരായിരിക്കുന്ന അസംതൃപ്തർ പരസ്യമായി രംഗത്ത് വരും. അവിടെയാണ് സുധാകരനും ഈ പറഞ്ഞതുപോലെ സതീഷിനും അടക്കം മറുപടി പറയേണ്ടി വരിക, തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനായുള്ള മറ്റ് ശ്രമങ്ങൾ നടത്തേണ്ടി വരിക. അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. 25-ന് UDF ഏകോപന സമിതി യോഗം ചേരുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ 24-ന് വൈകിട്ടും പല നേതാക്കളെയും നിമിഷത്തിലേക്ക് അറിയിക്കാതെ പക്ഷേ അതിൻ്റെ ഭാഗമായി കൂടിയാകണം. പല നേതാക്കളെയും 25-ന് UDF യോഗം ചേരുന്നു എന്ന കാര്യത്തിൽ പല നേതാക്കൾക്കും അറിവില്ലായിരുന്നു. പലരും ഇരുട്ടിൽ തന്നെയായിരുന്നു. കാരണം ഈ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയം നടത്തിയിരുന്നില്ല. അന്ന് 24-ന് KPCC അധ്യക്ഷൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് വൈകിട്ട് കണ്ണൂരിലേക്ക് പോകുന്നു. അങ്ങനെ ഒടുവിൽ PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടാണ് ഈ യോഗമുണ്ട് എന്ന തീരുമാനത്തിലേക്ക് ഔദ്യോഗികമായി രണ്ടുപേരും പരസ്പരം ഇടനില സംസാരിച്ച PK കുഞ്ഞാലിക്കുട്ടിയുടെ മാത്രമല്ല താൻ പങ്കെടുക്കില്ല, താൻ കണ്ണൂരിലേക്ക് പോവുകയാണ് എന്ന് KPCC അധ്യക്ഷൻ പറയുകയും ചെയ്തു. കുഞ്ഞാലിക്കുട്ടിയുടെ നിർബന്ധപ്രകാരമാണ് അദ്ദേഹം
UDF യോഗത്തിൽ തുടക്കത്തിൽ കുറച്ച് സമയം പങ്കെടുത്ത ശേഷം മടങ്ങി. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ ഒരുപക്ഷെ ആ യോഗത്തിൽ പോലും പങ്കെടുക്കില്ല. കാരണം ഈ രണ്ട് നേതാക്കൾ തമ്മിൽ അക്ഷരാർത്ഥത്തിൽ മിണ്ടാകത്ത ഒരവസ്ഥയാണ്, കണ്ടാൽ പോലും മിണ്ടാത്ത ഒരു അവസ്ഥയാണ് കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ. ഈ 4-ാം തീയതി വരെ മാത്രമേ കെ സുധാകരന് സമയമുള്ളൂ എന്ന നിലപാടാണ് VD സതീശനെ അനുകൂലിക്കുന്നവർക്കുള്ളത്. നേരത്തെ KPCC താൽക്കാലിക അധ്യക്ഷനായ MM ഹസൻ വരുമ്പോൾ അത് തുടരട്ടെ, തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാം നിലപാടായിരുന്നു VD സതീശൻ ഉൾപ്പെടെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ. പക്ഷേ കെ സുധാകരന്റെ വലിയൊരു സമ്മർദ്ദ നീക്കം ഫലം കണ്ട് അതിന്റെ ഭാഗമായാണ് അദ്ദേഹം വീണ്ടും ആ കസേരയിലേക്ക്, നമ്മൾ കണ്ടതാണ് ഒരു ആഘോഷപൂർവ്വം KPCC അധ്യക്ഷ സ്ഥാനം ആദ്യമായി ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം വന്ന് KPCC ആസ്ഥാനത്ത് വന്നിരുന്നതും അന്ന് നടത്തിയ വിമർശനങ്ങളും താൽക്കാലിക അധ്യക്ഷൻ MM ഹസന്റെ തീരുമാനങ്ങളൊക്കെ ഓരോന്നായിട്ട് സംഘടനാപരമായ തീരുമാനങ്ങൾ പോലും വളരെ പെട്ടെന്ന് മാറ്റി പുതിയ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. 4-ാം തീയതി വരെ മാത്രമേ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും കെ സുധാകരൻ അധ്യക്ഷസ്ഥാനത്തുണ്ടാകൂ എന്ന് കരുതുന്നവർ കോൺഗ്രസിലേറെയാണ്. തുടർന്നുള്ള യോഗങ്ങളിൽ കടുത്ത നീക്കങ്ങൾ, കടുത്ത ആവശ്യങ്ങൾ സതീശനും അതുപോലെ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കും. സുധാകരനെ ഇനി അധ്യക്ഷസ്ഥാനത്തെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് സതീശനെ അനുകൂലിക്കുന്നവരും വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുമുള്ളത്. വരും ദിവസങ്ങൾ കോൺഗ്രസിൽ കലഹമയമാകുമെന്ന് ഉറപ്പാണ്. കലാപം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അങ്ങനെ തന്നെ ആകും. കെ സുധാകരൻ വിട്ടുകൊടുക്കില്ല. സുധാകരൻ മാറേണ്ടി വന്നാൽ സതീശനും മാറണം എന്ന ഒരു സ്റ്റാൻഡിലേക്ക് അദ്ദേഹം മാറുന്നു. അദ്ദേഹത്തോട് അടുത്ത ആളുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ KPCC അധ്യക്ഷനെ മാത്രം ബലി കൊടുത്തുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അധ്യക്ഷൻ മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറണമെന്ന ആവശ്യത്തിലേക്ക് സുധാകരൻ നീങ്ങും. അങ്ങനെ വളരെ വലിയ ഒരു കലാപ സമാന അന്തരീക്ഷമാണ് കോൺഗ്രസിൽ നിലനിൽക്കുന്നത്. അവിടെയാണ് ഡാൻ സൂചിപ്പിച്ച പോലെ രമേശ് ചെന്നിത്തല എന്ന പേര് വീണ്ടും പതിയെ പതിയെ ഉയർന്നു വരുന്നത്. ചെന്നിത്തലയുടെ അതിർത്തി നേരത്തെ ഉള്ളതാണ്. പക്ഷെ അദ്ദേഹം പാർട്ടിയുടെ എല്ലാ തീരുമാനം അംഗീകരിക്കുന്ന പ്രവർത്തക നിലയിൽ പാർട്ടി നേതൃത്വം പറഞ്ഞ അനുസരിച്ച് മുന്നോട്ട് പോകുന്നുവെന്ന് പറഞ്ഞ് നിൽക്കുന്നയാളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷെ അല്പമെങ്കിലും 1-ൽ നിന്ന് 2 സീറ്റായിട്ട് ഇടതുമുന്നണിക്ക് നേട്ടമെന്ന് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് 5-ഓ 6-ഓ ഒക്കെ പോയി കഴിഞ്ഞാൽ ഇടതുമുന്നണി സീറ്റുകൾ അതിലേക്ക് വളർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് തുടരുക. അരുൺ, അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോണിലുണ്ട്. ജയശങ്കർ, ഈ നമ്മൾ ഈ മാധ്യമപ്രവർത്തകർ